നിന്റെ വോട്ട് നിനക്കില്ല എന്ന് പറഞ്ഞാൽ നീ കോൺഗ്രസ് അല്ല, നീ വീട്ടുകാരെ പറയോ? സ്ഥാനാർത്ഥിയാക്കിയത് കോൺഗ്രസ്, പ്രഖ്യാപിച്ചത് കോൺഗ്രസ്. അപ്പോൾ പരിശോധിക്കേണ്ട ഒരു മിനിറ്റ്, അതിനൊരു ടെക്നിക്കലി നിങ്ങൾ ഒരു മിനിറ്റ്, നിങ്ങൾ വളരെ സാങ്കേതികത്വത്തിലേക്കോ അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു വീഴ്ചയിലേക്കോ നിങ്ങൾ പോകുന്നു. നിങ്ങൾ ഇതിന്റെ മർമ്മത്തിലേക്ക് പോകുന്നില്ല. ഇതൊരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. VM വിനു എന്ന് പറയുന്ന ഒരാൾക്ക് വോട്ടവകാശം എന്ന് പറഞ്ഞാൽ 18 വയസ്സ് പൂർത്തിയായ മനുഷ്യർക്ക് വോട്ടവകാശം നേരത്തെ 21 നമ്മൾ അതിനു മുമ്പ് നികുതിയുള്ളവർക്ക് മാത്രമേ വോട്ടവകാശമുള്ളായിരുന്നു. ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിലാണ് അത് 21 വയസ്സ് പ്രായപൂർത്തി വോട്ടവകാശമാക്കിയത്. രാജീവ് ഗാന്ധി അത് 18 വയസ്സ് ആക്കിയത്. 18 19 വയസ്സുള്ള ഒരു പുതിയ സൂപ്പർ സ്റ്റാർ ആയിരുന്നു വിനു എങ്കിൽ വോട്ട് ചേർത്തിയോ ഇല്ലേ എന്നുള്ളൊരു സാങ്കേതികത്വം വരാം. കഴിഞ്ഞ 40-45 വർഷത്തിലധികം ഈ നഗരത്തിൽ ജീവിച്ച് ഇവിടെ വോട്ട് ഇതിനെ നിങ്ങൾ ഈ ചെയ്യുന്നത്, ഇത് നാളെയും ഇത് ആവർത്തിക്കാനുള്ള പഴുത് നിങ്ങൾ തുറന്നു കൊടുക്കുക. ഒരാളുടെ വോട്ട് മോഷ്ടിക്കപ്പെട്ടാൽ അത് അവിടെയുള്ള രാഷ്ട്രീയ കക്ഷിയുടെ പരാജയം നിങ്ങൾ പറയുമ്പോൾ നാളെയും മോഷ്ടിക്കാനുള്ള വാതിൽ നിങ്ങൾ തുറന്നു കൊടുക്കുക. മറിച്ച് അതല്ലല്ലോ വേണ്ടത്. നിങ്ങളുടെ വോട്ട് മോഷ്ടിക്കപ്പെടുന്നു. ആ വോട്ട് മോഷ്ടിക്കപ്പെടുമ്പോൾ ആ വോട്ട് മോഷ്ടിക്കപ്പെട്ടതിന് കാവൽ നിൽക്കുന്നവരുടെ പരാജയമാണോ ചർച്ച ചെയ്യപ്പെടേണ്ടത്? വോട്ട് മോഷ്ടിക്കപ്പെട്ടോ എന്നുള്ളതാണ്. സംവിധായകൻ VM വിനുവിന്റെ വിഷയം നിങ്ങൾ അങ്ങനെ പറയുന്നു, CPM ആണ്. പക്ഷേ ബിന്ദു കമലക്കണ്ടി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു പൊതുപ്രവർത്തകയാണ്, കോഴിക്കോട് മാത്രം പ്രവർത്തിക്കുന്നത്. പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞുതരാം. അതിനകത്ത് കഴിഞ്ഞ ഈ ഒരു 3 മാസത്തിനിടയിൽ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന് ഈ വിഷയം പറഞ്ഞ് എത്ര പത്രസമ്മേളനം നിങ്ങളുടെ മുമ്പാകുണ്ട്? നിങ്ങളിപ്പോൾ തുറക്കുക, നിങ്ങളുടെ കയ്യിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റ് തുറക്കുക. ആ സൈറ്റ് തുറന്നിട്ട് നിങ്ങൾക്ക് ലിസ്റ്റ് കാണാൻ കഴിയുമോ? വോട്ടർ ഇപ്പോൾ രാഷ്ട്രീയ കക്ഷിയൊക്കെ വോട്ട് ഇത് കൊടുത്തു എന്നാണ് പറയുന്നത്. സ്വതന്ത്രം അല്ല, ഞാൻ കുറച്ചുകൂടി കടന്നു പറയുകയാണ്. നമ്മളൊരു തെരഞ്ഞെടുപ്പ് നോമിനേഷൻ കൊടുക്കാനുള്ള അവസരം തുടങ്ങിയിട്ട് 3-4 ദിവസമായി. നിങ്ങൾക്ക് സൈറ്റിൽ നിങ്ങളുടെ പേര് നിങ്ങൾ കാണുമോ? നിങ്ങൾക്ക് നോമിനേഷൻ കൊടുക്കണം. ഈ വ്യവസ്ഥിതിക്ക് എതിരാണ് നിങ്ങളെല്ലാവരും എതിരാണ്. നിങ്ങൾ തീരുമാനിക്കുന്നു ഇന്ന സ്ഥലത്ത് ഇന്നാളെ നിർത്താം. നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക? ഒരു ഓപ്ഷൻ പറ. അപ്പം ഞാൻ പറയുന്നത് VM വിനു എന്നൊരാളുടെ വോട്ടിനപ്പുറത്ത് ഇതിനൊരു മാനത്തേക്ക് നിങ്ങളിത് മാറ്റിയിട്ടില്ലെങ്കിൽ ഇത് നാളെ ഈ സമൂഹത്തിന് മുഴുവൻ സംഭവിക്കാൻ പോകുന്ന സൗകര്യമുള്ളവർ മാത്രം വോട്ട് ചെയ്താൽ മതി എന്നുള്ള റഷ്യൻ രാഷ്ട്രീയം ഇവിടെ വരാൻ പോകുക. ഇപ്പോൾ നമുക്ക് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ നമുക്ക് വോട്ടുണ്ടോ എന്ന് രാഷ്ട്രീയ പാർട്ടികൾ ചോദിക്കാറുണ്ട്. നമ്മൾ തന്നെ ജോലിക്ക് ഇവിടെ എത്തുമ്പോൾ പ്രാദേശിക ഘടകങ്ങൾ ഞാൻ പറയാം. നിങ്ങൾ അല്ലല്ല ഞാൻ അതിനൊരു കാര്യം പറയാം. രാഷ്ട്രീയ കക്ഷികൾ എന്താ ചെയ്യുക സാധാരണ? അപ്പോൾ ഞാനൊക്കെ വളരെ കുട്ടിയായിട്ട് തുടങ്ങിയതാണ്. നമ്മൾ വോട്ടർ പട്ടിക പരിശോധിക്കുമ്പം ആ പ്രദേശത്തുള്ള 18 വയസ്സായ കുട്ടികൾ, വോട്ട് ചേർക്കേണ്ട കുട്ടികളുടെ ലിസ്റ്റാണ് ഞങ്ങൾ ആദ്യം എടുക്കുക. രണ്ടാമതെടുക്കുന്ന ലിസ്റ്റ് മരണപ്പെട്ട ആളുടെ പട്ടിക ഞങ്ങൾ എടുക്കും. മൂന്നാമതെടുക്കുന്ന ലിസ്റ്റ് ആ പ്രദേശത്ത് താമസം മാറിയവരുടെ ലിസ്റ്റ് എടുക്കും. നാലാമത് നമ്മൾ എടുക്കുന്ന ലിസ്റ്റ് പുതുതായി താമസം വന്നവരിത് എടുക്കും. ഇതാണ് എല്ലാ രാഷ്ട്രീയ കക്ഷിയും ചെയ്യുക. പ്രവീണ് പറഞ്ഞത് വളരെ പോസിറ്റീവായിട്ടാണ്. എന്താ, ഇനി എന്തു സംഭവിക്കും? നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നു എന്ന് സ്ഥാപിക്കപ്പെടൂ. അങ്ങനെയാണല്ലോ ഇപ്പോൾ പുതിയ പൗരത്വ ബില്ലൊക്കെ ഏത് ആംഗിളിലേക്കാണ് പോകുന്നത്? നിങ്ങൾ ജനിച്ചു വളർന്ന മണ്ണിൽ നിങ്ങൾ കടലാസിനായി പായുക. നിങ്ങൾ എത്ര പേര്, ഞാൻ 10 മിനിറ്റ് സമയം തരും, നിങ്ങൾ എത്ര പേര് ഫില്ല് ചെയ്യും? നിങ്ങൾ വളരെ ഉത്തരവാദിത്തമുള്ള വിദ്യാഭ്യാസമുള്ള ആളുകളാണ്. നിങ്ങളൊന്നിരുന്ന് ഫില്ല് 1/2 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ മുഴുവൻ പേരും SIR ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾ പറയുന്ന പണിയെടുക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രാജ്യത്ത് ജനിച്ചു വീഴുന്ന മനുഷ്യൻ്റെ അടിസ്ഥാന അവകാശമാണ് വോട്ടവകാശം. ഇത് VM വിനു ആയതുകൊണ്ടാണ് ഇതിന് ഇത്ര വലിയ മാനം വന്നത്. ഇത് നമ്മളൊരു അവസരം കൂടി ഇതിനകത്ത് മനുഷ്യരുടെ വോട്ട് തിരിച്ചു പിടിക്കാനുള്ളൊരു അവകാശമാണ്. അതിൻ്റെ കൂടെ എല്ലാവരും നിൽക്കുക. കേരളത്തിൻ്റെ പൊതുബോധം അതിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്.